ഹേ ഗായ്സ്, വെൽക്കം ടു V5. ഞാൻ രോഹിത്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഗ്രാൻഡ് ആയൂർ ഐലൻഡ്സിലാണ്. പാണാവള്ളിയാണ് സ്ഥലം. ഞങ്ങൾ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ ഇങ്ങനൊരു ഐലൻഡ് റിസോർട്ടിനെ കുറിച്ച് കണ്ടു. ഇത് നമ്മൾ ആലപ്പുഴ എത്തുന്നതിന് മുമ്പാണ്, പാണാവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ കയറി വന്നപ്പോഴാണ് അറിയണത് ഇവിടെ നമ്മൾ ബോട്ട് കയറി പോകണം. അപ്പോൾ ബോട്ട് വരാൻ വെയിറ്റ് ചെയ്യുക, ഡോക്കിലെ കാഴ്ചകളൊക്കെ കാണാം. ഇന്ന് ഞങ്ങൾ വീട്ടിലെല്ലാവരും 6 പേരും കൂടിയാണ് വന്നേക്കണത്. അമ്മൂമ്മയും അപ്പൂപ്പനും കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡോക്ക്. ഇവിടെ വന്നിട്ട് അവരെ വിളിക്കാനാണ് പറഞ്ഞേക്കണേ, നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ അവരവിടെ നിന്ന് ബോട്ട് ഇങ്ങോട്ട് വിടുന്നതായിരിക്കും. വരുന്നതാണെന്ന് തോന്നുന്നു ബോട്ട്, ദൂരെ നിന്ന് കാണാമല്ലോ. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കണ്ടറിയാം. നമ്മൾ ഈ ബോട്ടിലാണ് കയറി പോണത്. അപ്പോൾ അവിടെ ഗ്രാൻഡ് ആയൂർ ഐലൻഡിൽ നിന്ന് വിട്ട ബോട്ടാണ്, അവരുടെ പ്രൈവറ്റ് ബോട്ടാണ്. നമ്മുടെ കൂടെ വന്ന ഏട്ടനാണ്. ബോട്ട് ഒരു 5 മിനിറ്റേ ഉള്ളൂ ഇവിടുന്ന്. അപ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ പോകും. നമ്മളിത് അവിടെ എനിക്ക് ഇറങ്ങാൻ പോകുന്നു. അപ്പോൾ ബാക്കി ഇറങ്ങിയിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. പുറത്തുനിന്ന് കാണാൻ നല്ല ആംബിയൻസാണ്, നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. നമ്മളിത് ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ റൂമിലേക്ക് പോവാണ്. ഇവിടെ ചെറിയൊരു ബ്രിഡ്ജൊക്കെ ഉണ്ട്. ഈ ബ്രിഡ്ജ് കടന്ന് വേണം റൂമിൻ്റെ ബിൽഡിങ്ങിലേക്ക് പോകാൻ. ഇത് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഭാഗമാണ് കായലിൻ്റെ. ഇവിടെ കുറേ കരിമീനൊക്കെ വളർത്തുന്നുണ്ട്. ക്യാമറയിലൊന്നും കാണാൻ പറ്റില്ല, എന്നാലും നോക്കാം നമുക്ക്. ഇതാണ് നമ്മുടെ റൂം. ഒരു നല്ല കംഫർട്ടബിൾ ബെഡാണ്, 2 കസേരയുണ്ട്, ഒരു ടീപ്പുണ്ട്. ഇവിടെയൊക്കെ സാധനം വെച്ചേക്കുക. ജസ്റ്റ് വന്ന് കയറിയതുള്ളൂ. ഒരു ചേഞ്ചിങ് ഏരിയ ഉണ്ട്, ഒരു വാഷ്റൂമും നല്ലൊരു സെപ്പറേഷനുള്ള ഷവർ ഏരിയ, ടോയ്ലറ്റും ഒരു ഹാൻഡ് വാഷും.
ഇത് നമ്മുടെ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള വ്യൂ ആണ്. ഒരു ടേബിളും കസേരയൊക്കെ ഉണ്ട്. പുറത്ത് ഒരു ഫെൻസ്, അപ്പുറത്ത് കായലാണ്. ഇവിടെ ബോട്ട് ടൂസും ചെറിയ റൈഡ്സൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ പാൻഡമിക് കാരണം എന്തോരം ഉണ്ടെന്ന് അറിയില്ല. അല്ലാണ്ട് ഇവിടെ ഫിഷർമെനും അങ്ങനെ ആൾക്കാരൊക്കെ ചൂണ്ടയിടാൻ പോണ്. ഇപ്പോൾ 2 പേര് വല എറിയാൻ പോകുന്നുണ്ട്. അങ്ങനെ ഫിഷിങ്ങിനൊക്കെ പറ്റിയ സ്പോട്ടാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ റിസോർട്ടിൻ്റെ ഒരു സൈഡിലാണ് നിൽക്കുന്നത്. നല്ല വലിയൊരു പ്രോപ്പർട്ടിയാണ്. ഭയങ്കര പീസ്ഫുള്ളും ക്വയറ്റുമാണ്. ഇവിടെ 2-3 ഫാമിലി ഉണ്ട്. പക്ഷെ എന്നാലും എല്ലാവർക്കും റിലാക്സ് ചെയ്യാനും എല്ലാത്തിനുള്ള സ്ഥലമുണ്ട്. ഇപ്പോൾ പുറകിൽ ഒരു പ്ലേ ഏരിയയും അല്ലെങ്കിൽ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഒരു ബോട്ട് അവിടെ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലേക്കാണെങ്കിൽ നമുക്ക് കായൽ കാണാം. 2 സൈഡിലും അതെ. നമുക്കിവിടെ സുഖമായിട്ട് 2 ദിവസമൊക്കെ വന്നിരുന്ന് റിലാക്സ് ചെയ്ത് നമ്മൾ വല്ല ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം മറന്ന് കുറച്ച് ദിവസം എൻജോയ് ചെയ്ത് പോകാവുന്ന സ്ഥലമാണ്. നമുക്കിവിടെ ബോട്ടിംഗ് ഉണ്ട് ചെറുതായിട്ട്. അല്ലാണ്ട് തന്നെ ഇവിടെ സ്വിമ്മിങ് പൂളുണ്ട്. പിന്നെ സൈഡിൽ ഫുള്ള് കായലാണ്. 3 സൈഡിലും അതെ. ഇപ്പോൾ അവിടെ 2 സൈഡിലും അതെ. ഇങ്ങനെ പോണ വഴി അപ്പുറത്തെ സൈഡും ഇവിടെ ഫ്രണ്ടിലും അതേപോലെ തന്നെ കായൽ തന്നെയാണ്. അപ്പോൾ ഫിഷിങ്ങൊക്കെ ഇഷ്ടമുള്ളവർക്ക് വന്ന് ഫിഷ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അവിടെ ഒരു ക്ലോസ്ഡ് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഫങ്ഷനൊക്കെ നടത്താനുള്ള സ്ഥലമുണ്ട്. ഇതാണ് പൂള്. 2 ഫാമിലി ഉണ്ട്. പൂൾ സൈഡിൽ തന്നെ നമുക്ക് റിലാക്സ് ചെയ്യണമെങ്കിൽ 2-3 ബെഡ് ഉണ്ട്, ഷെൽട്ടറുള്ള. അപ്പോൾ വലിയ വെയിലൊന്നും അടിക്കാണ്ട് നമുക്ക് കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇതാണ് പൂള്. ഇത് ഇവരുടെ 2-3 ബോട്ടുകളാണ്. ഇപ്പോൾ പാൻഡമിക് കാരണം ഉണ്ടോയെന്നറിയില്ല. പൊതുവേ ഇവിടുത്തെ ടൂറിസ്റ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ഗസ്റ്റിന് ബോട്ട് വെച്ച് നമുക്ക് സഫാരി നടത്തുന്നതാണ്. ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല. എന്തായാലും ചോദിച്ചു നോക്കാം. ഇതാണ് ഇവരുടെ റിസപ്ഷൻ. നമ്മൾ വരുമ്പോൾ ചെക്കിനൊന്നും ചെയ്യേണ്ട, എല്ലാം കോൺടാക്ട്ലെസ് ആണ്. ജസ്റ്റ് നേരെ റൂമിലേക്ക് ചെന്നാൽ മതി. അപ്പോൾ അവിടെ തന്നെ അവർ പ്രയറായിട്ടെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസം രാവിലെയായി. നല്ല സ്റ്റേ ആയിരുന്നു. ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുറച്ച് നേരം കൂടെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ ആർക്കെങ്കിലും ഈ റിസോർട്ടിൽ വന്ന് സ്റ്റേ ചെയ്യണമെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഇവിടെ ഞങ്ങളെല്ലാവരും പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു. ചെക്കൗട്ട് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ഇനിയും തിരിച്ച് ബോട്ടിൽ കയറി പോകണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ ഫീഡ്ബാക്സോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.